ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ കലോത്സവം കച്ചബി തരംഗ് 2025 തുടക്കമായി. കാരിക്കോട് സരസ്വതി വിദ്യാമന്ദിറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ചലച്ചിത്ര താരം ശ്രീ രമേഷ് പിഷാരടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ വേണ്ടി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കുട്ടികളുടെ പഠനകാലത്തെക്കുറിച്ചുള്ള അവരുടെ നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിലെ ഒരു പേജിൽ എൻ്റെ കൂടി പേര് എഴുതി ചേർക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതിനെന്നെ ക്ഷണിച്ചതിന് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഈ കയ്യടി മാത്രമാണ് GST ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ഒരേ ഒരു സാധനം. എനിക്കിത് കിട്ടുന്നുണ്ട്, ഞാൻ അവിടെ നിന്നൊക്കെ മേടിക്കും. പക്ഷെ നിങ്ങളിതിങ്ങനെ വിജയിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കാനുള്ളതാണ്. അത് കുറച്ചുകൂടി ശക്തിയായി അടിച്ച് നിങ്ങൾ ശീലിക്കണം. ഈ അവതരിപ്പിക്കുന്നതിന് മാത്രം പോരാ പ്രാക്ടീസ്, നമുക്കും കൈയടിക്കുന്നതിന് ഒരു പ്രാക്ടീസ് നല്ലതാണ്, വ്യായാമമാണ്. കലോറി കണക്കിന് ഊർജ്ജം ശരീരത്തിൽ നിന്ന് പോവും. ഈയിടയ്ക്ക് ചൈനയിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനൊക്കെ കൈയടിക്കുന്നത് നല്ലതെന്നൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വെറുതെ എന്തിനാ ബലം പിടിച്ചിരുന്നിട്ട് ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത കലോത്സവത്തിന് അടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നില്ല. പിള്ളേരെ പറ്റുന്ന പോലെ കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. സ്കൂൾ ചെയർമാൻ ശ്രീ MA വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് MLA മുഖ്യ അതിഥിയായിരുന്നു. പുത്തൻ പ്രതിഭകൾ വിടരട്ടെ, പുത്തൻ പ്രതിഭകൾ വിരിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഏത് കലോത്സവ വേദിയും അനുഗ്രഹീതരായ പ്രതിഭകളെ സൃഷ്ടിക്കുന്ന മഹത്തായ പൈതൃകങ്ങളുള്ള വേദികളാണ് എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമാണ്. അതിനെല്ലാം ഒരു മകുട ഉദാഹരണമാണ് നമ്മുടെ നാട്ടുകാരനായ രമേഷ് പിഷാരടി. കലോത്സവ വേദികളിലൂടെ കടന്നു വന്ന് കേരളത്തിൻ്റെ ഹൃദയം കീഴടക്കിയ, ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയ എത്രയോ കലാകാരന്മാരാണ്, എത്രയോ കലാകാരികളാണ്. ഇതെല്ലാം അവരെല്ലാം വളർച്ചയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് കലോത്സവങ്ങൾക്കുള്ളത്. 8 വേദികളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ ജില്ലയിൽ നിന്ന് 1500ഓളം കലാപ്രതിഭകൾ പങ്കെടുക്കും. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ N രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാഭാരതി നാഷണൽ കായിക മത്സരങ്ങൾ, സയൻസ് എക്സിബിഷൻ എന്നിവയിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ R രഞ്ജിത്ത്, BVS സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ N രാധാകൃഷ്ണൻ, സ്കൂൾ പ്രസിഡന്റ് ശ്രീ N മധു, മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK വാസുദേവൻ നായർ, BVN സംസ്ഥാന ഉപാധ്യക്ഷ MS ലളിതാംബിക തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ സംസ്ഥാന കലാമേളയും ഇവിടെ നടത്തിയിട്ടുണ്ട്. കാലം ഏറെ പോയി, കുട്ടികളെല്ലാം കൂടി വന്നു, സ്കൂളുകൾ കൂടി വന്നു. അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഇത് സംസ്ഥാന കലാമേള പോലെ തന്നെ ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലാമേളയാണ്. അതിനുള്ള സൗകര്യങ്ങൾ സരസ്വതി വിദ്യാമന്ദിറിലെ പ്രവർത്തകർ ഒരു പരിധിവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഴുവൻ അവരുടെ എല്ലാ സഹകരണങ്ങളും അവരുടെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും. ഈ മാസം 29-ന് വൈകിട്ട് കലോത്സവം സമാപിക്കും. വിഷൻ ന്യൂസ്, വൈക്കം.